ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കൂ. വടയുണ്ട്, പരിപ്പ് വടയുണ്ട്, എഗ് പഫ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഷീല കൊണ്ടുവന്നതാണ്. ഷീല, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. കുറേ നാളായിട്ടോ ഞങ്ങൾ പപ്സൊക്കെ കഴിച്ചിട്ട്, ഒത്തിരി നാളായില്ലേ പപ്സൊക്കെ കഴിച്ചിട്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഷീല. അതേമാതിരി പരിപ്പ് വട ഒന്ന് കഴിച്ചു നോക്കാം. യമ്മി. അപ്പോൾ വട പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. യമ്മി യമ്മി. ഇനി പിന്നെ നമുക്ക് ഈ എഗ് പഫ് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ നമ്മൾ ബാംഗ്ലൂരിലെ എഗ് പഫ് അല്ലേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. യമ്മി, കൊള്ളാം. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഷീല, വൺസ് അഗൈൻ താങ്ക് യു ഫോർ ദ ലവ്. വീണ്ടും ഗൈസ് കണ്ടില്ലേ, ഇത് ഒരു സൈസ് മുറുക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ കപ്പലണ്ടി മുട്ടായി. ലോഡ് ഓഫ് വട, ഉഴുന്ന് വട, മുറുക്ക്, ഒരുപാട് മഞ്ചുണ്ട്, മിക്സർ. അപ്പോൾ താങ്ക് യു സോ മച്ച് സരിത ഫോർ ദിസ് ലവ്. ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. പേരയ്ക്ക ഗൈസ്, വലിയ പേരയ്ക്കയാണ്. ആൻഡ് യു ഹാവ് ബ്യൂട്ടിഫുൾ ഓറഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ അശ്വതി കൊണ്ടുവന്നതാണ്. അശ്വതി, താങ്ക് യു സോ മച്ച് അശ്വതി. ആക്ച്വലി ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് ഇറ്റ്. സോ ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ, നമ്മൾ അറിയാമല്ലോ പേരയ്ക്കൊക്കെ എന്ന് പറയുമ്പം നമുക്കിങ്ങനെ ഉപ്പും അളവൊക്കെ ഇട്ട് നമുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യമ്മി, അടിപൊളിയാണ്. നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേരയ്ക്ക കഴിച്ചെന്ന്, ഭയങ്കര തൊണ്ടവേദന വരുന്നു. പക്ഷേ അതിന് നമ്മൾ ഉപ്പും മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിനെല്ലാ ഗുണങ്ങളും ഉള്ളതാണ് ഈ പേരയ്ക്കൊക്കെ. എല്ലാ ഫ്രൂട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ബെസ്റ്റ്. അപ്പോൾ ധൈര്യമായിട്ട് കഴിയും. എനിവേ, താങ്ക് യു അശ്വതി ഫോർ ദ ലവ്. ആൻഡ് അപ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ. ഇത് നമ്മുടെ സ്മിത കൊണ്ടുവന്നതാണ്. അവരുടെ വീട്ടിലുണ്ടായ ചീരയാണ്. എത്ര വലിയ ഇലയാണ് നോക്കിക്കേ, നല്ല ചീര. പിന്നെ അഗസ്തി വീണ്ടും വന്നു, അഗസ്തി. ഇത് ഞാനൊരു പ്രാവശ്യം തോരനൊക്കെ വെച്ചതാണ്, കറി ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ തൈറോയിഡ്. അപ്പോൾ താങ്ക് യു സ്മിത ഫോർ ദിസ് ലവ്. പിന്നെ അതേമാതിരി നമ്മുടെ വിജയലക്ഷ്മി കൊണ്ടുവന്നതാണ് ഈ സംഭവം. വിജയലക്ഷ്മി അമ്മ, താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ എന്താണ്, കൊഞ്ചിൻ്റെ ചമ്മന്തി. പണ്ട് മമ്മി റെഡിയാക്കിയിട്ട് പോയത്. അപ്പോൾ വിജയലക്ഷ്മി അമ്മയും കൊണ്ടുവന്ന് തന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ സംഭവം? ചക്ക വഴറ്റിയത്. വാവ്, താങ്ക് യു സോ മച്ച്. പിന്നെ അതേമാതിരി നല്ല പച്ചമാങ്ങ. ഇത് സ്മിത കൊണ്ടുവന്നതാണ്. പച്ചമാങ്ങ അപ്പം പൊട്ടിച്ച് കൊണ്ടുവന്ന സംഭവമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അച്ചാറിടാം. പിന്നെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇത് ഹോം മെയ്ഡാണ് ഗൈസ്, കുക്കീസ്. അപ്പോൾ പുള്ളിക്കാരി പ്രിപ്പയർ ചെയ്താൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെരി വെരി യമ്മി, സൂപ്പറായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ദേ ഗൈസ്, ചക്കയാണിത്. ചക്ക ഇതൊന്ന് തുറന്നേ. വലിയ ചക്കയാണ്. അപ്പോൾ എനിക്ക് നാളെ ആകുമ്പോഴത്തേക്ക് പഴുക്കുമെന്ന് തോന്നാം. അപ്പോൾ ഇത് നമ്മുടെ വിജയലക്ഷ്മി അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെരി യമ്മി. അപ്പോൾ എന്തൊക്കെയാണ് കയറ്റിയിരിക്കുന്നതെന്ന് നോക്ക്. ബോൺറ്റി, ഡയറി മിൽക്ക്, ഹേസൽനട്ടിൻ്റെ, ക്യാപ്പിച്ചീനോയുടെ കോഫി. ഇത് പിന്നെ അതെന്താണ് സംഭവം? ഓ, പഴംപൊരി. പിന്നെ അതെന്താ, വടയുണ്ട്. പിന്നെന്താ സ്ത്രീകളെ കൊടുത്തു വിട്ടിരിക്കുന്നത്? പിന്നെ നമുക്ക് കുറേ ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? ഓ, മുരിങ്ങയില ഗൈസ് തരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. മുരിങ്ങയില. ഹായ് കുട്ടി കുട്ടി മാങ്ങ, സൂപ്പർ. കണ്ണിമാങ്ങ അല്ലേ? കണ്ണിമാങ്ങ അല്ലേ ഇതാണ്? അടിപൊളി. പിന്നെ നമ്മുടെ കൊടപ്പൻ അല്ലേ? ഇവിടെയൊക്കെ കൊടപ്പൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്? വാഴക്കൂമ്പ്. ആൻഡ് ദെൻ വൻപയർ, ഉണക്കപ്പയർ. ഓക്കെ. അവരുടെ പറമ്പിലുണ്ടായ സ്വീറ്റ് പപ്പായ. പിന്നെ പച്ച പപ്പായ, അതൊക്കെ അവരുടെ പറമ്പിലുള്ളതല്ലേ. പിന്നെ പേരയ്ക്ക. യെസ്, കുറേ ഉണ്ടല്ലോ, കുറേ ഉണ്ട് ഗൈസ്. പച്ചപ്പപ്പായും പറമ്പിൽ മൊത്തം ഇങ്ങനെ എടുത്തെന്ന് തോന്നല്ലോ. എനിവേ, താങ്ക് യു സോ മച്ച് ശ്രീകല. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പം നമ്മുടെ ഷീല കൊണ്ടുവന്നതാണ്.
ഒരു ഡബിൾ ചോക്ലേറ്റി ബിസ്ക്കറ്റ്, ഡേറ്റ്സ്, പിന്നെ കുഞ്ഞുടെ കിറ്റ് കാറ്റ്, കിണ്ണത്തപ്പൊക്കെ കൊണ്ടുവന്നല്ലേ അവനകത്താക്കി. ആൻഡ് ഇത് നല്ല രസമുണ്ട്, ഇത് ഹണി ആംലയാണ്. സോ നമ്മുടെ നെല്ലിക്ക തേനിനകത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ ഹാവ് തക്കാളി മുറുക്ക്, ഇത് ഭയങ്കര യമ്മിയാണ്. സോ ബാക്കിയൊക്കെ ഇവനകത്താക്കി. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഷീല ഫോർ ദ ലവ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. ധാരാളം മഞ്ചുണ്ട്, ഇവിടെ ഒരു വട്ടയപ്പം ഉണ്ട്, 2 വട്ടയപ്പം, മഞ്ച്, അതേമാതിരി നമ്മുടെ പേരയ്ക്ക, ഇത് നമ്മുടെ ലത കൊണ്ടുവന്നതാണ്. അതേപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഗൈസ് അടിപൊളി ഐസ്ക്രീമും ഉണ്ട് ഗൈസ്, ഇതും ലത കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ കഴിച്ചു സജിനി എനിക്കൊരു സംഭവം കൊണ്ടുവന്നതാണ്. ഇതൊന്ന് നോക്കട്ടെ എന്താണ് സജിനി. വാവ്, സജിനിയുടെ വക ഒരു അടിപൊളി സാരിയാണ് ഗൈസ്, വെരി നൈസ് കളർ, നല്ലൊരു മെറൂൺ കളർ, അടിപൊളിയായിട്ടുണ്ട്. നൈസ് സാരി, നല്ല രസമുണ്ട്, ഇഷ്ടമായി. വെരി ബ്യൂട്ടിഫുൾ സാരി സജിനി. താങ്ക് യു സോ മച്ച് സജിനി ആൻഡ് ലത ഫോർ ദ ലവ്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ശ്രീകലത ഡ്രാഗൺ ഫ്രൂട്ടും ഓറഞ്ചും കിവി അങ്ങനെയുള്ള നല്ല അടിപൊളി ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീകല ഫോർ ദിസ് ലവ്. അപ്പോൾ എത്ര സാധനമാണ് കിട്ടിയിരിക്കുന്നത് നോക്കൂ. ഇത് ഓൾ സരിതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സരിത, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാരി. എൻ്റെ കയ്യിലില്ലാത്തൊരു കളറാണ് ഈ ഒരു കോഫി കളറുള്ള സാരി വിത്ത് സ്മോൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ആൻഡ് എന്തും വേണ്ടിയാ ഇതൊക്കെ, മഖ്ന, ലൈറ്റിൻ്റെ ബൺ റോൾ, വാഫർ, ഓൾ നട്ട്സ്, ഐസ്ക്രീം ആൻഡ് ഓൾ ചോക്ലേറ്റ്സ്. അങ്ങനെയുള്ള പല സാധനങ്ങളാണ് സരിത കൊണ്ടുവന്നിരിക്കുന്നത്. സരിത, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കിണ്ണത്തപ്പം, letter rolls, lot of chocolate pie, what's this, matcha puffs. ഇന്ന് നമുക്ക് വിജയലക്ഷ്മി അമ്മ ഒരു ചക്ക കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞങ്ങളതെല്ലാം കൂടെ മുറിച്ച് റെഡിയാക്കുകയാണ്. ഇത് തേൻ വരിക്ക ചക്കയാണ് ഗൈസ്, തേൻ പോലെയുണ്ട്. അപ്പോൾ താങ്ക് യു വിജയലക്ഷ്മി അമ്മ ഫോർ ദിസ് ചക്ക ആൻഡ് താങ്ക്സ് ഫോർ ദ ലവ്. നമ്മുടെ അശ്വതിക്കുട്ടി കൊണ്ടുവന്നതാണ്. എഗ്ഗുണ്ട്, പിന്നെ നമ്മുടെ നാടൻ വട്ടയപ്പം, വട്ടയപ്പം, പിന്നെ അയ്യോ എത്ര നാളായി നമ്മൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട്. നല്ല അടിപൊളി ഉണ്ണിയപ്പം, പിന്നെ വാവ് തേങ്ങ. താങ്ക് യു സോ മച്ച് അശ്വതി ഫോർ ദ ലവ്. ഇതെന്താണെന്ന് നോക്കൂ ഗൈസ്, ഇത് കുറേ ഫ്രൂട്ട്സാണ്. ഇത് നമ്മുടെ ഭാഗ്യലക്ഷ്മി കൊണ്ടുവന്നതാണ്. സോ ഇത് പുതിയ സബർജലി. ഈ സബർജലിയൊക്കെ കഴിച്ച കാലം മറന്നു കേട്ടോ. എന്തായാലും സോ ഹാപ്പി. അതേമാതിരി ഈ ഓറഞ്ച്, ആപ്പിൾ, പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഗൈസ് നമ്മുടെ വാനിലയുടെ ഐസ്ക്രീമുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഇത് നമ്മുടെ സ്മിത കൊണ്ടുവന്നതാണ്. സ്മിത കൊല്ലൂർ പോയിട്ടുണ്ടായിരുന്നു മൂകാംബിക ടെമ്പിളിൽ. അപ്പോൾ അന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ബാങ്കിൾ. സോ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, നോക്കിക്ക് സിഗ്സാഗ് പോലെ ഉള്ള നൈസ്. എൻ്റെ കയ്യിലില്ലാത്ത ഒരു കളറും ആൻഡ് കളക്ഷനാണ്. ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ളതാണ്. ആൻഡ് ദെൻ ദി അതർ വൺ ഇസ് ഇത് വന്നിട്ട് ഈ കളറും എൻ്റെ കയ്യിലില്ല, ഈ ഒരു പർപ്പിൾ കളർ ഇല്ല, ഈ ഒരു കളറായിട്ടില്ല. പിന്നെ അതെ ഈ ഒരു എന്തൊരു ഗ്രീനാണ് ഇതിന് പറയാം, ആക്വ അല്ല, ദിസ് ഇസ് പീകോക്ക് ഗ്രീൻ, പീകോക്ക് ബ്ലൂ ആണ്. സോ അതും പിന്നെ കുറേ പെൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പെൻസിൽ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞിനും അമ്മണിക്കൊക്കെ. എനിക്കിതാ ഈ 2 പെൻ വേണം, ഇത് 2 എനിക്ക്. ഇതെന്താണെന്നറിയോ ഗൈസ്, ഇതാണ് പോർക്കിൻ്റെ ഇറച്ചിയാണ്. നമ്മുടെ ശ്രീജയും കൃഷ്ണപ്രിയയും കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് മീറ്റിംഗ് അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേഷേട്ടന് കൊടുത്തു വിട്ടതാണ്. ഞാനത് കഴിക്കില്ല, എന്നാലും മഹേഷേട്ടന് വേണ്ടിയിട്ടാണ്. ദെൻ വാട്ട് എൽസ്, ഇത് നല്ല അടിപൊളി മീൻ കറിയാണെന്ന് തോന്നുന്നു, എന്ത് മീനാണെന്ന് അറിയില്ല.
ബട്ട് സൂപ്പർ മീൻ കറി. ഇത് ഞാൻ കഴിക്കും കേട്ടോ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ഇതെന്താണ്? ഇത് നമ്മുടെ തോരപ്പരിപ്പാന്ന് തോന്നുന്നല്ലേ. ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബീൻസില്ലേ, അതിൻ്റെ ഒരു മെഴുക്ക് പുരട്ടിയുണ്ട്. സോ ഇത് ഇത്രയാണ് ശ്രീജയും കൃഷ്ണപ്രിയയും കൊടുത്തു വിട്ടത്. താങ്ക് യു ശ്രീജ ആൻഡ് കൃഷ്ണപ്രിയ ഫോർ ദ ലവ്. നമ്മുടെ വിജയകുമാരി വിജി കൊണ്ടുവന്നിരിക്കുന്നതാണ് നല്ല ബ്ലാക്ക് മുന്തിരി, നല്ല പഴം, ആപ്പിൾ. സോ ഇതൊക്കെ കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് വിജി. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഗൈസ്, നമ്മുടെ വിജയലക്ഷ്മി അമ്മ കൊണ്ടുവന്നിരിക്കുകയാണ് ചക്ക. സോ ഇന്ന് വീണതാണ് ഈ പഴുത്ത ചക്ക. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വെട്ടി കടിച്ച് കഴിക്കേണ്ടതാണ്. പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കാണണ്ടേ ഗൈസ്? വരൂ. പിന്നെ ഇതാ കുറേ മാങ്ങയുണ്ട് ഗൈസ്. നമുക്ക് ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇതൊരു പഴുത്തയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ മാങ്ങയുണ്ട്. പിന്നെന്താ അവർ കൊണ്ടുവന്നേ? പിന്നെ ഇതാ കുറേ ഹോം മെയ്ഡ് ഐറ്റംസ് ഉണ്ട്. ഇത് വന്നിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഒന്ന് തുറക്കൂ. ഇതെന്താ സാധനം? കഴിച്ചു നോക്കാലോ. കൊള്ളാലോ, വെറൈറ്റി ആയിട്ടുണ്ട്. എന്തോ കായ യമ്മി. പിന്നെ ഇതെന്താണ്? കട്ട്ലറ്റ്. എന്താ കട്ട്ലറ്റാണ്. ഇന്ന് നമ്മൾ കണ്ടതല്ലേ വീഡിയോ കട്ട്ലറ്റിൻ്റെ ഒക്കെ. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നു കട്ട്ലറ്റൊക്കെ കഴിക്കണമെന്ന്. വെരി നൈസ്, യമ്മി. ഇത് നമ്മുടെ സ്മിതയും ഒക്കെ കൊണ്ടുവന്ന. അടുത്തെന്താ? സോഫ്റ്റ് ഇലയപ്പമാണ്. ഇത് സ്മിത ഉണ്ടാക്കിയതാണ്. ഇത് സ്മിതയുടെ ഒരു മാസ്റ്റർ പീസാണ്. യമ്മി. വളരെ സൂപ്പറായിട്ട്. പിന്നെ അതിനകത്ത് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത്? എന്താണ് നമുക്ക് നോക്കാം. എന്നോട് പറഞ്ഞു ക്യാരറ്റിൻ്റെ ഒരു സംഭവം നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പതുക്കെ എടുക്കൂ. ഈ പ്ലേറ്റിലേക്ക് ഇടുന്നത്. സോ ഇത് വിജയലക്ഷ്മി അമ്മ പറഞ്ഞിരുന്നു ക്യാരറ്റൊക്കെ കൊണ്ടിട്ട് ചെയ്തതാണ്. വളരെ പേഷ്യൻസോടെ ഇത് കറിയൊക്കെ ചെയ്തതാണ്. വാവ് ഗൈസ്, ബ്യൂട്ടിഫുൾ. ഡോണറ്റിൻ്റെ ഷേപ്പല്ലേ കുഞ്ഞാ? നോക്കൂടെ എന്ത് രസമായിട്ടാ. കുഞ്ഞാ ഒരു നൈഫ് കൊണ്ടുപോവാ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ വിജയലക്ഷ്മി അമ്മ ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പേഷ്യൻസിനും ഒക്കെ സത്യം പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് കൊടുക്കണം ഗൈസ്. ഷീ ഈസ് 74 ആൻഡ് സീ ഹൗ ഡെഡിക്കേറ്റഡ്ലി ഷീ ഹാസ് ഡൺ ദിസ്. ഈ ഡെഡിക്കേഷന് കൊടുക്കണം 100 മാർക്ക്. അതിൻ്റെ നൈഫ് എടുത്തുകൊണ്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ക്യാരറ്റിൻ്റെ ഡേറ്റ്സ് ആണിത്. നവൈക എടുത്തോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. എന്ത് രസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വിജയലക്ഷ്മി അമ്മ. സൂപ്പർ അടിപൊളി. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പം കഴിക്കണേ എന്തായാലും എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഹോം മെയ്ഡ് സംഭവമാണ് ഗൈസ്. എക്സാക്ട്ലി ഒരു കേക്ക്. സൂപ്പർ, അടിപൊളി. അതേമാതിരി നമുക്കിതാ സ്ഥിരം നമ്മുടെ സ്മിത തരുന്ന നമ്മുടെ ചീരയാണ് ഗൈസ്. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ ചീരത്തോരനൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ സ്മിതയുടെ നമ്മുടെ കട്ട്ലറ്റും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതും യമ്മി. അത് ചക്ക കൊണ്ടുള്ളൊരു സംഭവമായിരുന്നു ഗൈസ്. നമ്മൾ കുറച്ച് മുന്നേ കഴിച്ചത് ഒരു ചക്കയുടെ ഇടിച്ചക്ക കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് ഈ ചക്ക കൊണ്ടുള്ള സംഭവം. ഇതെല്ലാം അത് തന്നെയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ്. അടിപൊളി. ചക്ക വെച്ചിട്ടാണ്. സൂപ്പറായിട്ടുള്ള വെറൈറ്റി. നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന നമ്മുടെ ശ്രീലത കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഗൈസ്. വാവ്, ഇത് മഹേഷ് ഏട്ടനുള്ള മുണ്ടാണല്ലോ. ഇതെനിക്കുള്ള സാരി. വാവ്, സെറ്റ് സാരി വിത്ത് ബ്ലൗസ്. പീക്കോക്കാണ് മൊത്തം. ടിഷ്യൂ. എന്നാലും വിഷുവിന് എനിക്കെന്തായാലും എടുക്കാനുള്ള സംഭവമാണ്. ഇതെന്താ, ഇതിൻ്റെ ലൈനിങ് ആണെന്ന് തോന്നുന്നു. വിത്ത് ബ്ലൗസൊക്കെയാണ് തന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ഇത് അടിപൊളി കേട്ടോ. നല്ല സാരി, വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഇതല്ലേ. എനിവേ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് മീറ്റ് അപ്പ് ഐ എം ഗോണ വെയർ ദിസ്. ഉറപ്പിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ അവരെന്തോ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന്
കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ സാധനം കണ്ണൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. നോക്കിക്കേ, വൈകാ എടുത്തേ കേക്കാണ് ഗൈസ്, അടിപൊളി. ഇത് എന്നോട് പറഞ്ഞു ഇത് ഗീൻ്റെ കേക്കാണ്, ഇത് ഗീ ബാർ പീസ്. അത് നമ്മൾ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ എന്തായാലും നമുക്കിത് ഇപ്പോൾ കഴിക്കാവുന്നതാണ്. അയ്യോ, അപ്പോൾ താങ്ക് യു സോ മച്ച് ശ്രീലത ആൻഡ് വിജയരാജൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പോൾ എല്ലാവരും ഇന്ന് വന്ന് നമ്മുടെ വള്ളിക്കും അതേമാതിരി നമ്മുടെ സ്മിതയ്ക്കും വിജയലക്ഷ്മി അമ്മയ്ക്കും പിന്നെ വിജയരാജനും ശ്രീലതയ്ക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ നിഷ കൊണ്ടുവന്നെയാണ് ഇതാ ഇങ്ങനൊരു സംഭവം. ദെൻ ദേ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ദേ ഇഷ്ടം പോലെയാണ് ചോക്ലേറ്റ്സ്, പല ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ്. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതാ ഡേറ്റ്സ് ഉണ്ട്. വാവ്, ഡേറ്റ്സ് വേണമെന്ന് വിചാരിച്ചിരുന്നതാണ്, അപ്പോഴേക്കും എത്തി. ദെൻ വാട്ട് ഇസ് ദിസ്? ഓ, പിസ്തയുണ്ട്. പിന്നെ ഇതെന്താണ്? ഓ, ഇത് കാഷ്യൂ കേട്ടോ. ഓ, ഇതിൻ്റെ സ്കിന്നൊന്നും കളയാത്ത കാഷ്യൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ നിഷ കൊണ്ടുവന്ന. നിഷ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ അശ്വതി കൊണ്ടുവന്നതാണ്, നല്ല മൂവാണ്ടൻ മാങ്ങയാണ്. പിന്നെ അതേമാതിരി കപ്പലൻ്റെ ഉണ്ട്, അവലൂസുണ്ടയുണ്ട്. അവലൂസുണ്ട എൻ്റെ ഫേവറേറ്റാണ്. യൂഷ്വലി അവലൂസ് പൊടിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതാ നല്ലതുണ്ട്. അപ്പോൾ അശ്വതി, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പോൾ നമ്മുടെ വിദ്യ ആൻഡ് രാജേഷ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് നോക്കിയാൽ ഇതെന്താണെന്ന്. എന്തായാലും ഇതൊന്ന് പൊളിച്ച് നോക്കാം. Pure silk. She's got some sari, I guess. Oh, സാരിയാണ് ഗൈസ്. ഒരു പീകോക്ക് കളറാണത്. നല്ല സാരി. അതിന് മെറൂൺ കളർ ബോർഡറൊക്കെ ആയിട്ടുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ പാവാട, സാരിക്ക് മാച്ചായിട്ടുള്ള പാവാട. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതിന് മാച്ചായിട്ടുള്ള വളയായിരിക്കും അല്ലേ? നമുക്ക് നോക്കിയാലോ. ഓ, എല്ലാം ഒത്തിരി കളേഴ്സ്, റെയിൻബോ കളേഴ്സുള്ള ബാംഗിൾസാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. സോ അതൊരു 2 സെറ്റ് ഉണ്ട്. ഓ, വിദ്യ ആൻഡ് രാജേഷ്, താങ്ക് യു സോ മച്ച്. അടിപൊളി മൾട്ടി കളേഴ്സാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ വേറൊരു സംഭവം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ വിദ്യ ഇതാ നല്ല അടിപൊളി അച്ചാറിട്ട് തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം, ഒന്ന് തുറന്ന്. അതേപോലെ കടുമ, നമ്മുടെ മാങ്ങ കൊണ്ടുള്ള അച്ചാറും ഉണ്ട് ഗൈസ്. നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ദേ യെല്ലോ കളർ അച്ചാറാണ് ഗൈസ്, നാരങ്ങ. എനിക്കൊന്ന് വടുകപ്പുളി അല്ലേ, മണമൊക്കെ സൂപ്പറാണ്. അപ്പോൾ താങ്ക് യു വിദ്യ ആൻഡ് രാജേഷ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ അച്ചാറും വളയും ഈ സാരിയൊക്കെ. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. നമ്മുടെ അശ്വതി കൊണ്ടുവന്നതാണ്. എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈയോ, ഡേറ്റ്സിൻ്റെ പുഡിംഗ് കേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് അച്ചപ്പം ആൻഡ് അച്ചപ്പമുണ്ട്. പിന്നെ കുഴലപ്പം ഉണ്ട് ഗൈസ്. അപ്പോൾ താങ്ക് യു അശ്വതി ഫോർ ദിസ് ലവ്. അപ്പോൾ നമ്മുടെ ജ്യോതി തന്നതാണ് ഈ സംഭവം. മാംഗോ സോൺ പപ്പടി, മാംഗോൻ്റെയും പിന്നെ ഇത് ഫ്ലേവർ ആയിട്ടുള്ളത് കോക്കനട്ട്, ഹൽദിറാംസിൻ്റെ ആണ്, ഒന്ന് ജിയാർബിൻ്റെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ജ്യോതി. നമുക്കിതൊന്ന് ഇപ്പോഴേ പൊട്ടിച്ച് കഴിക്കുന്നില്ല, വയറ് ഫുള്ളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. വീണ്ടും ഷീലയും അശ്വതിയും ഫാമിലി എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. കുഞ്ഞാ ഒരു പുഡിംഗ് കേക്ക് സ്ലൈസ്ഡ് ആണ്. പിന്നെ ചേരിന്ന് കേൾക്കുമ്പോൾ തന്നെ വി നോ ദാറ്റ് ഇറ്റ് വാസ് സാരി. നോക്കാലോ, ജസ്റ്റ് ഇത് സാരിയാണോ? അതെല്ലോ, സാരിയാണല്ലോ. വെരി നൈസ്. മെറൂൺ കളർ, നല്ല ഷെയ്ഡാണ് ഗൈസ്. വെരി ബ്യൂട്ടിഫുൾ സാരി. അപ്പോൾ താങ്ക് യു സോ മച്ച് അശ്വതി, ഷീല ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സാരി. അപ്പോൾ ഇന്ന് നമ്മുടെ വിജി കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലോച്ചോ പായതിൻ്റെ ഉണ്ട്, ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, പിന്നെ ഇതാ കൊക്കനട്ട് ഹേസിൽനട്ടിൻ്റെ, അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഗൈസ്. അപ്പോൾ ഓൾറെഡി കുഞ്ഞൻ സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു സംഭവം കൂടെ കൊണ്ടുവന്നു, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മാങ്ങയും ഉണ്ട് ഗൈസ്. ഇതാ ഒരുപാട് മാങ്ങ ഉണ്ട്. അപ്പോൾ എൻ്റെ മമ്മിക്ക്, ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ മമ്മിക്ക് എന്തായാലും പറ്റിയ സംഭവങ്ങളാണ്. ഇടയ്ക്ക് ചിലത് പഴുത്തിട്ടുണ്ട്.
അപ്പോൾ താങ്ക് യു സോ മച്ച് വിജി ഫോർ ദിസ്. ആൻഡ് ഇങ്ങനെ ഒരുപാട് സ്നേഹം തരുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഗൈസ് എനിക്ക് വീണ്ടും ഒരു സാരി കിട്ടിയിരിക്കുകയാണ്. ഇത് തന്നിരിക്കുന്നത് നമ്മുടെ പ്രീതയാണ്. ഒരു വെരി ബ്യൂട്ടിഫുൾ സാരി, തത്ത പച്ച കളറാണ്, നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് നമുക്ക് ഈ വാടാമുല്ലയില്ലേ ആ ഒരു കളറും ആയിട്ടുള്ളതാണ്. എനിക്കൊന്ന് ഇത് ഉടുക്കുമ്പോൾ എനിക്കൊന്ന് പകുതി ഇങ്ങനത്തെ ഡിസൈനും പകുതി ഇങ്ങനത്തെ പ്ലെയിനുമാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ പ്രീത താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അപ്പോൾ ഗൈസ് ഇന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇത്. നമ്മുടെ മഞ്ജു തന്ന ഗിഫ്റ്റാണ് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ എമറാൾഡിൻ്റെ ഒരു സ്റ്റോൺ വെച്ച്, പിന്നെ ചുറ്റിനും ഇങ്ങനെ ഡയമണ്ട് പോലത്തെ നല്ല തിളക്കമല്ലേ ഒരു കമ്മൽ. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റിങ് ആണ് ഗൈസ്. ഒരുപാട് റിങ്സ് ഉണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഇതായിട്ടുള്ള. പിന്നെ എല്ലാം ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് മഞ്ജു തന്നിരിക്കുന്നത്. അടുത്തത് കണ്ടോ. മഞ്ജു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. എനിക്കെല്ലാം ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി തിളക്കം. അപ്പോൾ താങ്ക് യു മഞ്ജു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് വൺസ് അഗൈൻ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ശ്രുതി കൊണ്ടുവന്ന കുറേ സാധനം ഇവന്മാർക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ്. ഫുൾ ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെയാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. പീനട്ട് ചിക്കി ബൈറ്റ്സ്, ഇതെന്താണ് ആന്ധ്ര സ്പൈസി കുറുക്ക്, ഇതെന്താ സാധനം ചെദാർ നിൽക്കണ പാരമേസൻ സ്റ്റൈൽ ബേക്സ്, മധുർ വട, പീനട്ട് ചക്കി രണ്ടെണ്ണമുണ്ട്, റിബൺ പക്കോട. വാട്ട് ഇസ് ദിസ്? ചെറിയോ? അത് അവൾ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഹേസൽ ഡാർക്ക് ചോക്ലേറ്റ് ബ്രേഡ്സ് ശ്രുതി ഉണ്ടാക്കിയതാണ്. താങ്ക് യു സോ മച്ച് ശ്രുതി ഫോർ ദ ലവ്. വീണ്ടും എനിക്കിതാ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് സാരി തന്നിരിക്കുകയാണ്. നല്ലൊരു വാടാമുല്ല കളറിലെ. ഇത് നമ്മുടെ തുളസിയാൻ്റെ പാറും കൂടെ തന്നതാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടമായി.